ഇന്ന് നമുക്ക് മാസ്ക് ടൂൾ എന്താന്ന് പഠിച്ചാലോ. പേര് പോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാസ്കിങ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയുടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീഡിയോയുടെ ബേസിക്സിൽ, അതായത് വീഡിയോയുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബേസിക് റിമൂവ് ബി ചെയ്യുന്നതിന് അപ്പുറത്തായിട്ട് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്കിതിൽ മാസ്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഒരുപാട് മാസ്കുകൾ കിടക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് മാസ്ക് കൊടുക്കാം. ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് നോക്കിയാൽ റെക്റ്റാങ്കിൾ മാസ്ക് ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ്ക് ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി സൈഡെല്ലാം ബ്ലാക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഈ റെക്റ്റാങ്കിൾ എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ആ ഭാഗം മാത്രമായിരിക്കും നമുക്ക് വിസിബിൾ ആയിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കില്ല. ഈ റെക്റ്റാങ്കിളിൻ്റെ ബാക്കി സൈഡ് എം ടി ആയിരിക്കും. അവിടെ നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷനാണ്. അപ്പോൾ ഇത് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഈ ഭാഗത്ത് അതിൻ്റെ നമ്പേഴ്സ് മാറുന്നുണ്ട്. ഇനി വേണമെങ്കിൽ റൊട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കാം. ഇനി അതിന് താഴെ വരുന്നത് സൈസാണ്. സൈസ് നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യാം. ഇനി അതിലേക്ക് മൈന്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ ഇതിൽ ഇൻക്രീസ് ചെയ്ത് കുറയ്ക്കി കൂട്ടൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിന് താഴെ ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇത് ഓപ്ഷൻ ഇതിൻ്റെ സൈഡിലുള്ള ആ സ്മൂത്ത്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ സ്മൂത്ത്നെസ് നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവുക. സ്ക്വയർ കഴിഞ്ഞിട്ടൊരു ബ്ലെൻഡിങ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇനി അതിന് താഴെ റൗണ്ട് കോർണേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്കിത് സ്ക്വയർ വേണമെങ്കിൽ സർക്കിളാക്കാം. അങ്ങനെ റൗണ്ട് കോർണർ റൗണ്ട് ചെയ്യാം. ഇനി ഇതിന് താഴെയുള്ളൊരു ട്രാക്ക് മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ട്രാക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മളെവിടെയാണ് വെച്ചിരിക്കുന്നത് ആ ഭാഗത്ത് മാത്രം ആ സ്ക്വയർ നിൽക്കുന്നു, വേറെ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ. സീൻ മാറുമ്പോഴാണ് പിന്നീട് അത് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ സെയിം വീഡിയോയിൽ മൾട്ടിപ്പിൾ മാസ്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മളൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ റെക്റ്റാങ്കിൾ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ മാസ്ക് യൂസ് ചെയ്യാം. പിന്നെ ഫെദർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഫെദറാണ്. പിന്നെ അതുപോലെ വിഡ്ത്തെല്ലാം നമുക്ക് കൂട്ടാം. ഇത്രയൊക്കെയാണ് മാസ്ക് വരുന്നത്. പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ട് പിന്നെ ഒരു എന്തോ സ്റ്റാറിൻ്റെ ഷേപ്പുള്ളൊരു മാസ്ക് ഉണ്ട്. അതുപോലെ ഹാർട്ട് ഷേപ്പ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് നമുക്ക് ടെക്സ്റ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് മാസ്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി മുമ്പിട്ട റെക്റ്റാങ്കിൾ മാസ്ക് ഡിസേബിൾ ചെയ്യാണ്. അപ്പോൾ കണ്ടോ, ആ ടെക്സ്റ്റ് നമ്മൾ ഏത് ടെക്സ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ആ ടെക്സ്റ്റിൻ്റെ ഷേപ്പിൽ മാസ്ക് വരുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നത് ബ്രഷ് ടൂളാണ്. മാസ്കിൽ തന്നെയുള്ള ബ്രഷ് ടൂളാണ്. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പോർഷൻ നമുക്ക് കണ്ടോ ഇങ്ങനെ ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് വേണമെങ്കിൽ മാസ്ക് ചെയ്യാം. ഇപ്പോൾ അപ്ലൈ ആയി വരാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവും, പ്രോസസ്സിങ് ടൈം ഉണ്ട്. അതിനുശേഷം അത് അപ്ലൈ ആയി വരുമ്പോൾ കേട്ടോ ആ ഒരു ഭാഗം മാത്രം മാസ്കിങ് ആയിട്ട് വരുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു പോർഷൻ മാത്രം മാസ്ക് ആവും. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നത് ഒരു പെൻ ടൂളുണ്ട്. ഈ പെൻ ടൂളിൻ്റെ ഓപ്ഷനും ഇങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാറുള്ള പോലെ നമുക്ക് ഈ ഒരു ഭാഗം, ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് വേണമെങ്കിൽ മാസ്ക് ചെയ്തെടുക്കാം. കണ്ടോ, ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രം മാസ്കായി വരും. കണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് മാസ്കിങ്ങിൽ വരുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ ഒരു ക്ലാസ്സിൽ കീ ഫ്രെയിമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കീ ഫ്രെയിംസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാസ്കിങ്ങിൽ ഉപയോഗിക്കും. അതായത് ഈ വീഡിയോയുടെ തുടങ്ങുമ്പോൾ ഈ ഭാഗത്തുള്ള ഈ മാസ്ക് വീഡിയോയുടെ അവസാനം വരുമ്പോൾ ഈ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം വീഡിയോ അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ട്, ഇവിടെയാണോ അവസാനിക്കുന്നതെങ്കിൽ അവിടേക്ക് നീക്കി വെച്ചിട്ട് അവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കണ്ടോ ആ ഒരു മാസ്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. കണ്ടോ, ഇത് മൂവിങ് മാത്രമല്ല, ഇനി ഇടയ്ക്ക് വെച്ചിട്ട് വലുപ്പം കൂടണമെങ്കിലൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ വലുപ്പം കൂട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത്രയാണ് മാസ്കിങ്ങിൻ്റെ ഓപ്ഷൻസിൽ വരുന്നത്. അപ്പോൾ മാസ്കിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ മാസ്കിങ് എല്ലാം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു മാസ്ക് ചെയ്ത പോർഷൻ ഇത്രയാണ് വരുന്നത്. ഇത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ താഴെ ഈ ഒരു വീഡിയോ വരും.
മാസ്കിങ് കണ്ടോ. അപ്പോൾ അടിയിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ മാസ്ക് ചെയ്ത മുകളിലത്തെ മാസ്കിൻ്റെ ഓപ്ഷനിൽ മാസ്ക് ചെയ്ത വീഡിയോ നമ്മൾ എങ്ങനെയാണോ മാസ്ക് ചെയ്തത് അതുപോലെ വർക്കാവും. ഇത് നമുക്ക് നല്ല ട്രിക്കി ആയിട്ടും വെറൈറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മുടെ ഒരു ഐഡിയ പോലെ ഇരിക്കും. ഇതാണ് ബേസിക്കലി മാസ്കിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം അഡ്വാൻസ്ഡ് ക്ലാസ്സുകളിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് മാസ്കിംഗ് ടൂളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഡിറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. എനിക്കറിയാവുന്ന ടിപ്സ് എല്ലാം നിങ്ങളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്നെ DM വഴി കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ എഡിറ്റിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം.